നമസ്കാരം. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി നിലം തൊട്ടില്ല. കോൺഗ്രസുകാർ നിരാശരായി നാടുവിടാതിരിക്കാൻ ഇന്ന് മിസോറാം തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഉമ്മൻചാണ്ടി പ്രചാരണത്തിന് പോയ ദില്ലിയിലെ 3 മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അമ്പയെ പൊട്ടിപ്പോയത്രേ. ഇതോടെ അരവിന്ദ് കെജ്രിവാളിനെ പേടിച്ച് ക്ലിഫ് ഹൗസിൽ നിന്ന് തന്നെ സ്ഥലം വിട്ടുകഴിഞ്ഞു ഉമ്മൻചാണ്ടി. ഇന്ത്യക്കാകെ ബോധോദയം സമ്മാനിച്ച കെജ്രിവാളിനും ആം ആദ്മിക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഡെമോക്രസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ഭരണക്കസേരയുടെ കാര്യത്തിൽ പിണറായി വിജയനും പാർട്ടിയും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ തെറ്റുകൾക്കുള്ള കുമ്പസാരത്തിന്റെ കാലമാണ് ഇത്. അവയിൽ ഏറ്റവും പ്രധാനം താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചതാണ്. വിളി കേട്ടയാൾ അല്ലെങ്കിലും പിൻഗാമിയായ ബിഷപ്പിനെ കണ്ട് കുമ്പസാരിക്കാൻ പിണറായി വിജയൻ എത്തി. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പുത്തൻ സമരത്തിന് തുടക്കമിട്ട സാഹചര്യത്തിൽ ആ പേരിലൊരു ഐക്യം തരപ്പെടുത്താം എന്ന് സഖാവ് കരുതി. ആദ്യം ഐക്യദാർഢ്യ പ്രഖ്യാപനം. നിങ്ങൾ ഈ വിജ്ഞാപനം വന്നപ്പോൾ ആകെ വല്ലാത്ത വിഷമത്തിലായി. സ്വാഭാവികമായി വലിയ രോഷം, ഞങ്ങളെ വഞ്ചിച്ചല്ലോ എന്ന ഒരു നിലവിട്ട രോഷം ഉണ്ടാകുമ്പോൾ പിന്നെ ആ നിലവിട്ട രോഷ പ്രകടനങ്ങൾ വരുമല്ലോ. അതൊക്കെ അതിൻ്റെ ഭാഗമായി ഉണ്ടായി എന്നാണ് തോന്നുന്നത്. എല്ലാവരും ഒരു കാര്യം കണ്ടോളണം, സാധാരണ എപ്പോഴും ഈ മാർക്സിസ്റ്റ് ആക്രമണം എന്നാണല്ലോ പറഞ്ഞു വരുന്നത്. അത് ഇതിനും ചാർത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നാടിൻ്റെ ആകെ രോഷപ്രകടനമാണ് ഇവിടെ ഉണ്ടാകുന്ന അവസ്ഥ വന്നത്. രോഷപ്രകടനത്തിലൂടെ മാത്രം തീർക്കാൻ കഴിയുന്ന ഒന്നല്ലേ. പ്രതിഷേധം എപ്പോഴും സംയമനത്തോടെ തന്നെ വേണം. ഈ കാര്യത്തിൽ വഞ്ചനയാണ് കാണിച്ചിരിക്കുന്നത്. ആ വഞ്ചനയെ കുറിച്ചാണ് നിങ്ങൾക്ക് രോഷമുണ്ടായിരിക്കുന്നത്. നിങ്ങളെ വിശ്വസിക്കാൻ പറ്റാത്തവരെ വിശ്വസിച്ചു പോയത് കൊണ്ടുള്ള രോഷപ്രകടനമാണ് വന്നത്. ഇനി പിന്തുണ പിടിച്ചു പറ്റണം. അതിന് കുമ്പസാരം നിർബന്ധമാണ്. നികൃഷ്ടജീവി എന്ന് വിളിച്ചത് അടക്കമുള്ള മുൻകാല ചെയ്തികളെക്കുറിച്ച് ഉള്ളറിഞ്ഞ് കുമ്പസാരിച്ചു കളഞ്ഞു പിണറായി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഫാദർ. ഫാദർ നിന്നൊരു കാര്യം പറയാനാ. നീ അച്ഛനെ മെനക്കെടുത്താതെ പോ. അച്ഛൻ സൂക്ഷിച്ചോണേ, ഫ്രോഡ് കേസാ, പോക്കറ്റ് അടിക്കും. ഇടയ്ക്കുള്ളൂ അന്യന്റെ മുതൽ ആഗ്രഹിക്കാതെ സ്വയം അധ്വാനിച്ച് ജീവിക്കാൻ പഠിക്കും. ആഗ്രഹമില്ല ഞട്ടല്ലോ ചോ, ഗതികേട് കൊണ്ടാ. പിന്നെ പോക്കറ്റ് അടിക്കാരെന്നുള്ള പേരുള്ളതുകൊണ്ട് ആരും നല്ലൊരു ജോലിയും തരുന്നില്ല. അച്ഛനത് എന്ത് ഭാവിച്ചിട്ടാ? ദേ പൊന്നും കുറിച്ചും നേർച്ചപ്പട്ടിയും പിറ്റേന്ന് എന്നെ വീട്ടിൽ ഇരിക്കുവേ. നന്നാവാൻ വേണ്ടി ഒരുത്തിന് ഉപദേശിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനുള്ള മാർഗവും കൂടി നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇവനെ കണ്ടാലറിയാം ഇവൻ നന്നാവുമെന്ന്. മോനെ, നീ നന്നാവണോട്ടാ. എങ്കിൽ നാളെ പള്ളിയിൽ വന്ന് കുമ്പസരിച്ച് കുർബാനയും കൈക്കൊണ്ട് ഇവന്റെ വർക്ക്ഷോപ്പിൽ പോയി ജോലി നോക്കിക്കൊള്ളൂ. കള്ളം പറയാൻ പാടില്ല എന്ന് നാമെല്ലാം കരുതുന്ന ഒരു മാന്യൻ വന്ന് UDF-ന് വേണ്ടി വിളിച്ചു പറയുന്നു എങ്കിൽ അദ്ദേഹത്തെ എത്രമാത്രം നികൃഷ്ട ജീവിയായി കണക്കാക്കണം എന്നാലോചിക്കണം. എല്ലാവരും ഒന്നിച്ചു നിൽക്കണം, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ കാര്യത്തിൽ ബിഷപ്പുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ബ്രേക്ക് ഫാസ്റ്റിന് മുമ്പ് ഇരുന്നതാ, ഇപ്പൊ ലഞ്ച് ടൈം ആയിട്ട് തീർന്നിട്ടില്ല നിന്റെ പാവങ്ങൾ. അല്ല, ഇന്റർവെൽ ആയിട്ടുള്ളൂ, ഇനിയുണ്ട് ഫാദർ. നീ അതെല്ലാം കൂടി ഒരു ക്രൈം നോവലായിട്ട് എഴുതാ. ഞാൻ സൗകര്യം കിട്ടുമ്പോ വായിച്ചോളാം. ഈ ചെറുപ്രായത്തിലുള്ള നീ എന്തെല്ലാം വൃത്തികേടുകളാ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നിനക്ക് അപ്പിയിടാൻ പോലും സമയം കിട്ടിക്കാണില്ലല്ലോ. അച്ഛോ, കുമ്പസാര രഹസ്യം കൊണ്ട് പുറത്തു പറയരുത്. എന്റെ കർത്താവേ, ഇത്രയും വലിയ കുരിശിനെടുത്താണല്ലോ ഞാൻ ഫ്രാങ്കോട് തോളിലേറ്റിയത്. അവനെ നീ കാക്കണമേ. അച്ഛൻ വിഷമിക്കണ്ട. ഇന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാണ്. പിതാവ് അദ്ദേഹത്തോട് ക്ഷമിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ കൃപയുടെ വഴികളിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പിണറായി വിജയനോട് ഞാൻ പൂർണ്ണമായിട്ട് ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ആ ഒരു വിഷയത്തുമായിട്ട് മുന്നോട്ട് പോകുന്നതിനായിട്ട് അല്ലെങ്കിൽ പിണറായി വിജയനോടും വ്യക്തിപരമായിട്ട് ബിഷപ്പിന് യാതൊരു വിദ്വേഷമോ ബുദ്ധിമുട്ടോ ഇല്ല. എല്ലാം ഏറ്റുപറഞ്ഞതോടെ സഭയും പിണറായിയും ഒന്നായി. സഭയോട് ചേർന്നു നിൽക്കാനുള്ള സന്നദ്ധതയും പിണറായി പ്രഖ്യാപിച്ചു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പേരിലുള്ള പോരാട്ടത്തിന് അരങ്ങ് ഒരുങ്ങിയിരിക്കുകയാണല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ അമ്മാതിരി സഹായങ്ങളും കിട്ടുമായിരിക്കും. അല്ല, ഈ പ്രശ്നത്തിൽ മലയോരവും മലയോരത്തെ ജനങ്ങളും രക്ഷപ്പെടണമെങ്കിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ കാര്യത്തിൽ ബിഷപ്പുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, അതാണ് സംസാരിച്ചത്. രാഷ്ട്രീയത്തിൽ ബിഷപ്പ് ഇറങ്ങുന്നുണ്ടോ? ഞാനിതുവരെ മനസ്സിലാക്കിയിട്ടില്ല.
ശരി ശരി ശരി. നമ്മൾ ഉദ്ദേശിച്ചതിലും വേഗത്തിലും നന്നായി പോയല്ലോ. ഇതാണ് പറയുന്നത്, 100 ആടുള്ളതിൽ ഒന്നിനെ കാണാതെ പോയാൽ ബാക്കി 99 ഉപേക്ഷിച്ച് കാണാതെ പോയ ആടിന്റെ പിന്നാലെ പോകണമെന്ന്. അപ്പോൾ എന്ത് സംഭവിക്കും? കാണാതെ പോയ ആടിന് ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും. പക്ഷെ ബാക്കി 99 എണ്ണത്തിനെ ഇറച്ചിവെട്ടുകാർ കൊണ്ടുപോകും. അദ്ദേഹം ഇതിനു മുമ്പ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ അങ്ങേരത്തിൽ പിൻഗാമിയെ കാണാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ആ കാണാൻ പോകുന്നത് തന്നെ അത് തന്നെ ഒരടയാളമാണ്. അദ്ദേഹം അന്ന് ചെയ്തത് ശരിയായില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം, പാർട്ടിയിലുള്ളവർക്കും അറിയാം. പക്ഷേ അതൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള ഹൃദയവിശാലത സഭയ്ക്കുണ്ട്. അതുകൊണ്ട് സഭ ഏത് ജനാധിപത്യ സംവിധാനത്തിൽ ജനപ്രതിനിധികൾ വന്നാലും നേതാക്കന്മാർ വന്നാലും അവർക്ക് വേണ്ടി വാതിൽ സഭ തുറന്നു കൊടുക്കും. അത് ജനാധിപത്യത്തിൻ്റെ കടമയുമാണ്, ജനാധിപത്യത്തിൽ വോട്ട് ആവശ്യപ്പെടുന്നവരുടെ അവകാശവുമാണ്. ലോകത്തിൻ പാപം ചുമക്കും ദൈവ കുഞ്ഞാടിനെ കാണുക. ലോകത്തിൻ പാപം ചുമക്കും ദൈവ കുഞ്ഞാടിനെ കാണുക. കാൽവറിയോളം മരക്കുരിശെടുത്തു വേദന സഹിച്ചൊരു നാഥനേ. കാൽവറിയോളം മരക്കുരിശെടുത്തു വേദന സഹിച്ചൊരു നാഥനേ. ഇപ്പോൾ പിണറായി വിജയൻ ഈ ബിഷപ്പിനെ കാണുമ്പോൾ അദ്ദേഹവും എടുക്കുന്ന ഒരു തീരുമാനം, അവിടുത്തെ ബിഷപ്പും ഇടുക്കിയിലെ ബിഷപ്പും സഭയും ഈ കാര്യത്തിലെടുക്കുന്ന ഒരു നിലപാട് ശരിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ ചിന്തോദ്ദീപകമാണ്. സമൂഹത്തിലെ കേരളത്തിലെ രണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഈ നിലപാടിനെ അംഗീകരിക്കുന്നു. നിലപാട് സ്വാഭാവികമായി നീതിപരമാണ് എന്ന് പറയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിൽ സഭ എടുത്ത നിലപാട് ശരിയാണെന്ന് സർവാത്മന സ്വീകരിക്കുന്നതിൻ്റെ അടയാളമാണ്. ലോകത്തിൻ പാപം ചുമക്കും ദൈവ കുഞ്ഞാടിനെ കാണുക. ലോകത്തിൻ പാപം ചുമക്കും ദൈവ കുഞ്ഞാടിനെ കാണുക. കള്ളം പറയാൻ പാടില്ല എന്ന് നാമെല്ലാം കരുതുന്ന ഒരു മാന്യൻ വന്ന് UDF വേണ്ടി വിളിച്ചു പറയുന്നു എങ്കിൽ അദ്ദേഹത്തെ എത്രമാത്രം നികൃഷ്ട ജീവിയായി കണക്കാക്കണം എന്നാലോചിക്കണം. അദ്ദേഹം ഇതിനു മുമ്പ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ അങ്ങേരത്തിൽ പിൻഗാമിയെ കാണാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ആ കാണാൻ പോകുന്നത് തന്നെ അത് തന്നെ ഒരടയാളമാണ്. അദ്ദേഹം അന്ന് ചെയ്തത് ശരിയായില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം, പാർട്ടിയിലുള്ളവർക്കും അറിയാം. പക്ഷേ അതൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള ഹൃദയവിശാലത സഭയ്ക്കുണ്ട്. അതുകൊണ്ട് സഭ ഏത് ജനാധിപത്യ സംവിധാനത്തിൽ ജനപ്രതിനിധികൾ വന്നാലും നേതാക്കന്മാർ വന്നാലും അവർക്ക് വേണ്ടി വാതിൽ സഭ തുറന്നു കൊടുക്കും. അത് ജനാധിപത്യത്തിൻ്റെ കടമയുമാണ്, ജനാധിപത്യത്തിൽ വോട്ട് ആവശ്യപ്പെടുന്നവരുടെ അവകാശവുമാണ്. കുമ്പസാരക്കൂട്ടിൽ പിണറായിക്ക് രൂപതയും ബിഷപ്പും മാപ്പ് കൊടുത്തത് അറിഞ്ഞ് UDFകാർക്ക് ആകെ അങ്കലാപ്പായി. സഭയാണെങ്കിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പേരിൽ കോൺഗ്രസിനോട് കടുത്ത വിരോധത്തിലാണു താനും. പിണറായിക്ക് മാപ്പ് കൊടുത്തതുപോലെ നമ്മൾക്കും മാപ്പ് വേണം എന്നാവശ്യപ്പെട്ട് MM ഹസനും ബിഷപ്പിനെ കാണാൻ എത്തി. മാപ്പു നൽകു മഹാമതേ, മാപ്പു നൽകു ഗുണനിധേ, മാലകറ്റാൻ കനിഞ്ഞാലും ദയാവാരിധേ. നിരപരാധികളെ കേസിൽ ഉൾപ്പെടുത്തിയതും അതുപോലെ തന്നെ മറ്റ് കേസിൻ്റെ കാര്യത്തിൽ പോലീസ് പലരെയും ഇപ്പോൾ പോലീസ് അനാവശ്യമായി അവരെ തിരയുന്നതും അത്തരം കാര്യങ്ങളിൽ അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങളത് പരിഹരിക്കാൻ വേണ്ട ശ്രമം നടത്തും. മാപ്പു നൽകു മഹാമതേ, മാപ്പു നൽകു ഗുണനിധേ, മാലകറ്റാൻ കനിഞ്ഞാലും
ദയാവാരിധേ ഇല്ല, എല്ലാവരുടെയും എല്ലാ വിഭാഗക്കാരുടെയും പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയാണ്. അതിൽ രാഷ്ട്രീയമെന്നോ മതമെന്നോ സമുദായമെന്നോ വ്യത്യാസമില്ല. എല്ലാവരുടെയും സാന്നിധ്യമുണ്ട്. അത് ശ്രീ പിണറായി വിജയനും തന്റെ പിന്തുണ അറിയിക്കുകയും ചെയ്തു. അത് മാത്രമേ കനിഞ്ഞാലും ദയാവാരിധേ. കോൺഗ്രസിനോട് കനിയുമോ എന്ന് കണ്ടറിയണം. പിണറായി വെച്ച വെള്ളമോ MM ഹസൻ വെച്ച വെള്ളമോ ചൂടാവുക എന്ന് കണ്ടറിയാം. അതിനായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുക. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് ക്ലിഫ് ഹൗസ് ഉപരോധം. നമ്മൾ അല്പനേരം കൂടെ നോക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തള്ളിക്കയറും അതിനകത്തോട്ട്. യാതൊരു സംശയവും വേണ്ട. ഞാൻ പായ തല്ലാൻ എടുത്തോളാം. ലോക്കപ്പ് ഇത് രണ്ടും ഇല്ലല്ലോ.